ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഈ ഒരു ISROയുടെ വിജയം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയപ്പം ആക്ടർ മാധവൻ ഒരു ലൈവ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും ഫണ്ടും വെച്ച് നമ്മുടെ രാജ്യം ഇത് അച്ചീവ് ചെയ്തതിൽ വലിയൊരു നേട്ടം. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രത്തിന് വേണ്ടിയെങ്കിലും അത്രയ്ക്ക് ഫണ്ടിങ്ങിന് പിന്നോക്കം വരുന്നതല്ല, അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത് പോയതിന് കുറവൊന്നും വന്നില്ലല്ലോ. ഇല്ല, അവിടെ പോയി ലാൻഡ് ചെയ്യാൻ അത്രയും മതിയായിരുന്നില്ല എൻ്റെ അർത്ഥം. അതായത് കൂടുതൽ പൈസ കൂടെ ചെലവാക്കിയ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങുകയും ചന്ദ്രനിൽ തന്നെ പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. അയ്യോ, അതല്ല. സഫാരി എന്ന് പറയുന്ന ഒരു ചാനൽ കൂടുതലും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് കൊണ്ടുവന്ന ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം പറയാം. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അവര് സഫാരിയുടെ ഏതെങ്കിലും ഒരു വാലോ തലയോ കണ്ടിട്ടാണ് സഫാരിയിലെ ഒരു പരിപാടിയെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. അല്ലാതെ റെഗുലർ ആയിട്ട് സഫാരി കാണുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ഇത്രയും നേരം അഭിമുഖം നടത്തി എത്ര പരിപാടി സഫാരിയിലെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്? ഒരു 10 പരിപാടിയുടെ പേര് പറയാമോ സഫാരിയിലെ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇനിയും എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് യാത്രയിൽ? അതൊന്നും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ടായിരുന്നു. അതൊക്കെ എന്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ടാർഗറ്റുകളാണ്. അതിപ്പോ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അടുത്ത മാസം ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥയൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംവിധായകൻ പറയുക? MD എഴുതാൻ പോകുന്ന നോവലിന്റെ കഥയൊന്ന് വിശദമാക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ചോദിക്കില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഒരു ബിസിനസ്സുകാരനോട് അയാൾ ചെയ്യാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ, ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന് അറിയിച്ചാൽ അത് എന്നേക്കാൻ എടുക്കാൻ അതിനു മുമ്പേ അത് ചെയ്തിട്ട് പോകില്ലേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കേരളത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, വെളിനാടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ റിസോഴ്സസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ, പ്ലാന്റേഷൻ, പച്ചിപ്പ് തന്നെ കൂട്ടാൻ അവർ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടുകളിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ശ്രമം വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ. കേരളത്തിൽ ഇനിയിപ്പോ എവിടെയാ പച്ചപ്പ് കൂട്ടാനുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വെട്ടുന്നതിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ആകാശത്ത് നിന്ന് കേരളത്തെ കണ്ടിട്ടുണ്ടോ? വിമാനം ലാൻഡ് ചെയ്യുന്നു ഒന്ന് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് എവിടെയാണ് ഇനി പച്ചപ്പില്ലാത്തൊരു സ്ഥലം കേരളത്തിലുള്ളത്? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പലരും ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് ആണ് പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ. പക്ഷെ കൃഷിയിലേക്ക് അല്പം കുറവല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ? അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ താല്പര്യമില്ലാത്തൊരു മേഖലയിൽ ആരെങ്കിലും ജോലി ചെയ്യുമോ? അത് നിങ്ങളോട് നാളെ മുതൽ കൃഷിക്ക് പോകണം, ഈ പണി നിർത്താൻ പറഞ്ഞാൽ കേൾക്കുമോ? എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? പിന്നെ നമ്മൾ മറ്റവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ. എന്തോ ഞാൻ പറഞ്ഞു അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ ഒരു വല്ലം